ആലപ്പുഴയിലെ വിവാദമായ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ വഴിവിട്ട് ഇടപെട്ടെന്ന ഗുരുതര ആക്ഷേപത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ വകുപ്പ് തല നടപടിയുമായി സംസ്ഥാന സർക്കാർ. കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും ആഭ്യന്തര സെക്രട്ടറിയുടെ വിലയിരുത്തലുകളും അടങ്ങിയ റിപ്പോർട്ട് സമഗ്രമായി പരിശോധിച്ച ശേഷമാണ് ADGPക്കെതിരെ കർശന നടപടി പ്രഖ്യാപിച്ചത്. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് കേൾക്കുന്നതെന്നാണ് വിഷയത്തിൽ പ്രതികരണവുമായി മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും കയ്യിലെ ടോയ് ക്യാറ്റ് ആയിരുന്നു അജിത് കുമാർ എന്ന് വിമർശിച്ച രാഹുൽ, ഒരു കോൺഗ്രസുകാരൻ എന്ന നിലയിൽ തന്നെ വ്യക്തിപരമായി ഏറ്റവും അധികം വേട്ടയാടാൻ നേതൃത്വം നൽകിയ കോൾഡ് ബ്ലഡ് ക്രിമിനലാണ് ഈ ഉദ്യോഗസ്ഥനെന്നും തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറ്റപ്പെടുത്തി. അദ്ദേഹം നിരവധി വിഷയങ്ങൾ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദമാണ് അതിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്തതെന്ന്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദത്തിൽ തനിക്ക് യാതൊരു ബന്ധവും ഇല്ലായിരുന്നിട്ടും തന്നെ പ്രതിയാക്കാൻ അജിത് കുമാർ ഉത്തരവിട്ടു. തനിക്കെതിരെ തെളിവില്ലെന്ന് വ്യക്തമാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒരു IPS ഉദ്യോഗസ്ഥനെയും പ്രതികാര മനോഭാവത്തോടെ ഇയാൾ ഉപദ്രവിച്ചതായും രാഹുൽ ആരോപിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു പാലക്കാട്ടെ നീലപ്പെട്ടി വിവാദം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർന്നു വന്ന നീലപ്പെട്ടി വിവാദത്തിൽ തനിക്കെതിരെ കള്ളപ്പണം കടത്തിയെന്ന പേരിൽ വ്യാജ കേസ് എടുക്കാൻ പാലക്കാട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് അജിത് കുമാർ വ്യക്തിപരമായി ആവശ്യപ്പെട്ടു. ഇത് നിരസിച്ച ഉദ്യോഗസ്ഥരോട് ഇയാൾ മോശമായി പെരുമാറിയെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാജ പീഡനക്കേസ് ഗൂഢാലോചനയും കൊട്ടേഷനും നൽകിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. സർക്കാർ ആവശ്യപ്രകാരം തനിക്കെതിരെ വ്യാജ പീഡനക്കേസ് നിർമ്മിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടത്തിയ മൂവർ IPS ഗ്യാങ്ങിലെ പ്രധാനിയായിരുന്നു അജിത് കുമാർ. തന്നെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ച് കേസിന് മെറിറ്റില്ലെന്ന നിലപാടെടുത്ത ഒരു ഇടത് അനുഭാവിയായ DYSPയെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റിയതും ഇയാളുടെ ഇടപെടൽ മൂലമാണ്. കൂടാതെ തന്നെ കായികമായി കൈകാര്യം ചെയ്യാൻ വിശ്വസ്തനായ ഒരു പോലീസ് ഗുണ്ടയ്ക്ക് ഇയാൾ കൊട്ടേഷൻ നൽകിയതായും രാഹുൽ വെളിപ്പെടുത്തി. നവകേരള സദസ്സ് മർദ്ദനവും റിപ്പോർട്ട് തിരുത്തലും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ നവകേരള യാത്രക്കെതിരെ നടത്തിയ കരിങ്കൊടി പ്രതിഷേധങ്ങളെ മാർക്കറ്റിലെ മർദ്ദനമുഷ്ടി കൊണ്ട് അടിച്ചമർത്താൻ കല്യാശ്ശേരി മുതൽ കാട്ടാക്കട വരെ ആഹ്വാനം നൽകിയത് അജിത് കുമാറാണ്. ആലപ്പുഴയിൽ AD തോമസിനെയും അജയ് ജുവലിനെയും ക്രൂരമായി ആക്രമിച്ചതും പിന്നീട് ആക്രമണ റിപ്പോർട്ട് തിരുത്തിച്ചതും ഈ നിർദ്ദേശത്തിന്റെ ഭാഗമായാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും അജിത് കുമാറിനെ മാത്രമല്ല പോലീസിലെ ഈ മാഫിയ സംഘത്തിൽപ്പെട്ട എല്ലാവരെയും സ്ഥാനങ്ങളിൽ നിന്ന് തെറിപ്പിക്കുമെന്നും സസ്പെൻഷൻ എന്നത് ഒന്നിന്റെയും അവസാനമല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർമ്മിപ്പിച്ചു. പോലീസിന്റെ മാനുവലിന് മുകളിൽ വിജയന്റെയും ശശിയുടെയും മാനുവൽ നോക്കി പ്രവർത്തിച്ചവരുടെ ചിറകരിയുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെയാണ് ചേർത്ത് നിർത്തുകയെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ 7:16 ഉദ്ധരിച്ചുകൊണ്ട് അവന്റെ ദുഷ്ടത അവന്റെ സ്വന്തം തലയിൽ തന്നെ തിരികെ വരുമെന്നും കുറിച്ചു. ചെയ്തതിനൊക്കെയും അജിത് കുമാർ കണക്ക് പറയേണ്ടി വരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.